Hello friends, Assalamu alaikum. Welcome back to our channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സോയ ചില്ലിന്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഹാർഡ് ആയിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കൈകൊണ്ട് പ്രസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. ചില്ലിക്കുള്ള ആ ഒരു റെഡ് കളറില്ലേ, ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ചേർക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ട അത്ര ഓയിലാണ് ചേർക്കേണ്ടത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്രയൊന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കണ്ട, കാരണം നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിലിട്ടരം തന്നെ സോയ ചങ്ക്സ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അങ്ങനെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ആ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചില്ലി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത്. അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞതും ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അത്ര ഓവർ കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ ഇവിടെ സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം.
അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.